സമാനതകളില്ലാത്ത ഒരു വികസന മുന്നേറ്റത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചാനയിക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചത് കിഫ്ബിയാണ്. വളരെ ലളിതമായിരുന്നു അതിൻ്റെ ആസൂത്രണത്തിൻ്റെ, അല്ലെങ്കിൽ അത് നിർവഹിച്ച കാര്യങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. നമുക്കൊരു 25 കൊല്ലങ്ങൾക്ക് ശേഷം മാത്രമേ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാമ്പത്തികമായി ഭദ്രതയിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ആവശ്യം ഇപ്പോഴത്തേതുമാണ്. എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുക? അതിനൊരു പരിഹാര മാർഗമായിരുന്നു കിഫ്ബി. ഒരാൾ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിലവിലുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് 25 കൊല്ലങ്ങൾ കഴിയുമ്പോഴേക്കും ആ പണം കണ്ടെത്താനാകും എന്നിരിക്കെ, അതെല്ലാം സ്വരുക്കൂട്ടി 25 കൊല്ലങ്ങൾക്ക് ശേഷം വീട് പണിയുന്നതിനേക്കാൾ നല്ലത് സാധ്യമാവുന്ന ഇടത്തു നിന്ന് പണം വായ്പയായി സ്വീകരിച്ച് വീട് വെക്കുക എന്നൊക്കെ മലയാളിക്ക് അനുഭവമുള്ള ഒരു ഉദാഹരണമാണ്. അതേപോലെ തന്നെയായിരുന്നു കിഫ്ബിയുടെ കാര്യത്തിലും ഉണ്ടായത്. ഒരു അരനൂറ്റാണ്ട് അപ്പുറത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോഴേ കണ്ടെത്തി അതിനാവശ്യമായ വിഭവങ്ങൾ പല വഴിയിലൂടെ സമാഹരിച്ച് അത് ഈ കാലങ്ങൾ കൊണ്ട് കൊടുത്തു തീർത്ത് അത് യാഥാർത്ഥ്യമാക്കി തീർക്കുന്നു എന്നുള്ളതായിരുന്നു കിഫ്ബി വിഭാവനം ചെയ്തത്. കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് കേരളത്തിലെ ആദ്യത്തെ ബനാന ഹണി പാർക്ക് തൃശ്ശൂരിലെ ഒല്ലൂർ മണ്ഡലത്തിൽ കണ്ണാറയിൽ ഉയർന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 20 കോടി രൂപ മുതൽ മുടക്കി ബനാന ഹണി പാർക്കിൻ്റെ ഏതാണ്ട് 90% കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 2025 അത് പ്രവർത്തന രംഗത്തേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യം കൂടി അറിയിക്കട്ടെ. സെക്കൻഡറി അഗ്രികൾച്ചറിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. കൃഷിയുടെ ദ്വിതീയ മേഖലയെ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വിപണനം എന്നിവയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഹണി പാർക്ക്, ബനാന ഹണി പാർക്ക് സ്ഥാപിച്ചത്. കിഫ്ബി 20 കോടി രൂപ മുടക്കിയിട്ടാണ് തൃശ്ശൂരിലെ കണ്ണാറയിൽ ബനാന ഹണി പാർക്കിന് തുടക്കമിട്ടത്. കേരളത്തിൽ ഈ ദിശയിലുള്ള നിരവധിയായ അഗ്രി പാർക്കുകൾക്ക് ഇനി തുടക്കമാവാൻ പോവുകയാണ്, യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. സർക്കാരിൻ്റെ മുൻകൈയിൽ കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ ഉപകരിക്കുന്ന തരത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെയും അതിൻ്റെ വിപണനത്തിലൂടെയുമെല്ലാം കർഷകരുടെ വരുമാനത്തിൽ വലിയ വർധനമുണ്ടാക്കാൻ ഉപകരിക്കുന്ന പദ്ധതിക്കാണ് കിഫ്ബി ഈ ബനാന ഹണി പാർക്കിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞാൻ കടന്നു വരുന്നത് ചേർത്തല മണ്ഡലത്തിൽ നിന്നാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഒരുപാട് പാരമ്പര്യങ്ങൾ, ചരിത്രങ്ങൾ ഇഴചേർന്നിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഒരു ഭാഗത്ത് കായലും മറ്റൊരു ഭാഗത്ത് കടലും അതിർത്തിരിക്കുന്ന ചേർത്തലയുടെ പ്രത്യേകത സവിശേഷതയാർന്നതാണ്. ഒരു ഭാഗത്ത് കടലാണെന്ന് പറയുമ്പോൾ തന്നെ കടൽ കയറ്റം ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. കടൽ ഭിത്തി കെട്ടുക, കടലിലെ തീരദേശ ജനതയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നെല്ലാം ഉള്ളത് കാലങ്ങളായി ഉയർന്നു പൊന്തിയ ആവശ്യവും ആവലാതിയും എല്ലാമാണ്. ശാശ്വതമായ പരിഹാരത്തിന് ഉപകരിക്കുന്ന തരത്തിൽ ഒറ്റമശ്ശേരിയിൽ പുലിമുട്ട് നിർമ്മാണത്തിന് പണം എവിടെ നിന്ന് എന്നുള്ളൊരു വലിയ ചോദ്യമായിരുന്നു. ഓരോ വർഷവും ബജറ്റിൽ നിന്ന് അനുവദിക്കുന്ന പണം കൊണ്ട് മാത്രം കേരളത്തിൻ്റെ തീരമേഖലയെ അപ്പാടും സംരക്ഷിക്കാൻ പറ്റുകയില്ല. ഒറ്റമശ്ശേരി എന്നൊരു ചെറിയ ഭാഗത്തിന് വേണ്ടി മാത്രം ഞങ്ങൾക്ക് വേണ്ടി വന്നത് ഏതാണ്ട് 23 കോടി രൂപയ്ക്ക് മുകളിലാണ്. ആദ്യമെല്ലാമുള്ള കണക്ക് കൂട്ടുകൾ മറിഞ്ഞു. 6 കോടി കൊണ്ടും 7 കോടി കൊണ്ടും ഒക്കെ തീരുമെന്നുള്ള കണക്ക് കൂട്ടുകളെ മാറ്റിമറിച്ചു. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, കടൽക്ഷോഭങ്ങൾ, ഈ രീതികൾക്ക് പുതിയ രീതികൾ, പുതിയ ചിന്തകൾ, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തത്. 23 കോടി 60 ലക്ഷം രൂപയുടെ ഒരു വലിയ പദ്ധതി ഒറ്റമശ്ശേരിയിൽ നടപ്പിലാക്കി തുടങ്ങി. ആ പണം കണ്ടെത്തിയത് കിഫ്ബിയിൽ നിന്ന് തന്നെയാണ്. ഓരോ വർഷവും ലഭിക്കുന്ന ബജറ്റിൽ നിന്ന് തീരദേശത്തെ മുഴുവൻ പ്രദേശങ്ങൾക്കുമായി പണം കൊടുക്കുക നടപ്പുള്ള കാര്യമല്ല. അവിടെയാണ് കിഫ്ബി സഹായഹസ്തവുമായി എത്തിയത്. നിരവധിയായ പാലങ്ങൾ ചേർത്തലയുടെ സവിശേഷതയാർന്ന മറ്റൊരു പ്രത്യേകതയാണ്. ആ പ്രത്യേകതയ്ക്ക് പാലങ്ങളുടെ കാലപ്പഴക്കം വലിയ ബുദ്ധിമുട്ടുകളും തീർത്തു. യാത്രയാണ് മുടങ്ങുന്നത്. മനുഷ്യർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്നതിനുള്ള വഴികളാണ് അടഞ്ഞു പോകുന്നത്. സുപ്രധാനമായൊരു പാലമായിരുന്നു നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം എന്നുള്ളത്. 17 കോടി 60 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് വിളക്കുമരം പാലം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നത്. അടുത്ത മാസം ഉദ്ഘാടനത്തിലേക്ക് എത്തുന്ന വിളക്കുമരം പാലത്തിന് 17 കോടി 60 ലക്ഷം ലഭിച്ചതും കിഫ്ബിയിൽ നിന്ന് തന്നെയാണ് എന്ന് പറയുമ്പോഴാണ് കിഫ്ബിയുടെ പ്രാധാന്യം വീണ്ടും ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ഉയരത്തിലേക്ക് എത്തുന്നത്. അത് ആ ഒരു പാലത്തിൽ മാത്രമായി ഒതുങ്ങിയില്ല. ഇരുമ്പ് പാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചേർത്തലയിലെ പ്രമുഖമായ മറ്റൊരു പാലം ചേർത്തലയുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാലം തന്നെയാണ്.
ആ പാലം കാലപ്പഴക്കം, പണ്ടത്തെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇരുമ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെയാണ് ഇരുമ്പ് പാലമെന്ന് പേര് കേട്ടത്. വിള്ളൽ വീണു, പാലത്തിൻ്റെ ഇരുമ്പ് തൂണുകൾക്ക് പ്രതിസന്ധികളായി, ഗർഡറുകൾ ദ്രവിക്കുന്ന തരത്തിലേക്ക് എത്തി. ഭാരമേറിയ വാഹനങ്ങൾ യാത്ര ചെയ്ത് പോകുന്നത് പ്രതിസന്ധിയും പ്രയാസവും തീർക്കുമ്പോൾ ബസ്സുകൾക്കടക്കം കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ആ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കയർ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വാഹനങ്ങൾ, ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകേണ്ട ഒരു പാലവുമായിരുന്നു അത്. ആ പാലത്തിൻ്റെ നിർമ്മാണത്തിന് ഞങ്ങൾക്ക് കിട്ടിയത് 20,60,00,000 രൂപയാണ്. അതും കിഫ്ബിയിൽ നിന്നാണ് പണം ലഭിച്ചിരിക്കുന്നത്. മുട്ടംബസാർ 8 റോഡും പാലവും വയലാറിനെയും ചേർത്തല നഗരസഭയെയും എല്ലാം ബന്ധിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു റോഡാണ്. ചരിത്രവും പാരമ്പര്യവും പൈതൃകവും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഭൂപ്രദേശത്തിൽ ഐതിഹാസികമായ പുന്നപ്ര സമരവുമായെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു പാലം കൂടിയാണ് അത്. അതിനുവേണ്ടി പ്രാരംഭ നടപടികൾക്കായി 10 കോടി രൂപ ഇതിനോടകം തന്നെ കിഫ്ബി അനുവദിച്ച് കഴിഞ്ഞിരിക്കുന്നു. ചേർത്തല മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്കായി 11,70,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ചേർത്തലയിൽ ഇപ്പോൾ തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് ചേർത്തല താലൂക്ക് ആശുപത്രിയാണ്. സാധാരണക്കാർ, തൊഴിലാളികൾ ഏറ്റവും കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന ഒരിടത്ത് രോഗം വന്നാൽ അവർക്ക് സാധാരണക്കാരന് ആശ്രയിക്കാൻ പറ്റുന്ന സർക്കാർ ആശുപത്രി തന്നെയാണുള്ളത്. ആ സർക്കാർ ആശുപത്രിയിൽ വലിയ വികസനമാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്നത്. എങ്ങനെയാണ് ഇത്രയും വലിയ വികസനത്തിലേക്ക് ഒരു ആശുപത്രിക്ക് ഉടനടി എത്താൻ കഴിയുക? ആ ചോദ്യത്തിന് വലിയ ആശങ്കയ്ക്ക് ഉള്ള ഒരു വലിയ ഉത്തരം ഞങ്ങൾക്ക് സമ്മാനിച്ചത് കിഫ്ബിയാണ്. കിഫ്ബിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം പണി പൂർത്തിയായിരിക്കുന്നത്. 2025 പകുതിയാവുമ്പോഴേക്കും പൂർണ്ണസജ്ജമായി ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആശുപത്രിക്ക് വേണ്ടി തന്നെ കിഫ്ബി ഇതിനോടകം ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുന്നത്, അനുഭവിച്ചത് 70 കോടി രൂപയാണ് എന്ന് പറയുമ്പോഴാണ് ആ ആശുപത്രി എത്രമേൽ വലുപ്പത്തിലുള്ളതാണ്, എത്രമേൽ പ്രാധാന്യത്തോടു കൂടിയാണ് നിർമ്മിക്കുന്നത് എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുകയുള്ളൂ. ഇങ്ങനെയെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഇതിനോടകം തന്നെ ഏതാണ്ട് 150 കോടിക്ക് മുകളിൽ തുക കിഫ്ബിയിലൂടെ ചേർത്തല മണ്ഡലത്തിലേക്ക് മാത്രം ചെലവഴിക്കാനായി. ഇനിയും കുറേയേറെ ആവശ്യകതകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനിയും കുറേയേറെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട്. ഘട്ടം ഘട്ടമായി അതെല്ലാം കിഫ്ബിയുടെയും മറ്റും സഹായത്തോടുകൂടി ഇടപെടലോടുകൂടി പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റ് വകുപ്പുകളുടെയും ഇടപെടലിൻ്റെയും അനുവദിച്ച ഫണ്ടിൻ്റെയും കണക്കുകൾ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടേയില്ല. ഏതാണ്ട് 155 കോടിയോളം രൂപ വന്നത് ഇതിനോടകം കിഫ്ബിയിലൂടെ അനുവദിച്ച് ലഭ്യമായ പണത്തിൻ്റെ കാര്യം മാത്രമാണ്. ചേർത്തലയുടെ മുഖം മിനുക്കുന്നതിൽ, ചേർത്തലയുടെ മുഖം മെച്ചപ്പെടുത്തുന്നതിൽ, ചേർത്തലയുടെ മുഖത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിൽ അതിനെ കാത്തു പുലർത്തുന്നതിൽ വലിയ പിന്തുണയാണ് കിഫ്ബി നൽകിയത്. സാധാരണക്കാരും ഇടത്തരക്കാരും തൊഴിലാളികളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ജനത താമസിക്കുന്ന ഈ പ്രദേശത്തിന് പ്രത്യേകമായ പരിഗണന നൽകിയത് കിഫ്ബിയാണ്. കിഫ്ബി ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. മറ്റെന്തും ഏതൊരാൾക്കും എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം, വ്യാഖ്യാനിക്കാം. പക്ഷേ ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഓരോ കുടുംബങ്ങളിലേക്കും സന്തോഷം എത്തുക. ആ സന്തോഷം പ്രദാനം ചെയ്യാൻ ഉപകരിക്കുന്ന വികസന പദ്ധതികളാണ് ചേർത്തല മണ്ഡലത്തിൽ കിഫ്ബിയുടെ ഭാഗമായി നടപ്പിലാക്കിയത്. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിലും ചേർത്തലയുടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും കിഫ്ബിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കിഫ്ബി കാട്ടിയ ഈ സഹായത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ് ചേർത്തലക്കാർക്ക് വേണ്ടി, കേരളത്തിലെ കർഷകർക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു.